الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباب، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരെ ജീവിത യാഥാർത്ഥ്യം പഠിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും ഭൂപ്രദേശങ്ങളിൽ നിന്നും മനുഷ്യ ശരീരത്തിൽ നിന്നും തന്നെ ധാരാളം തെളിവുകൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് സത്യം ചെയ്ത് പറയുന്ന ഒരു ശൈലി ഖുർആൻ പലപ്പോഴും ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രപഞ്ചോൽപത്തി ഉണ്ടാവും, അതുപോലെ ഭൂപ്രദേശങ്ങളുണ്ടാവും, ചരിത്രത്തിൻ്റെ സംഭവവികാസങ്ങളുണ്ടാവും, കാടും മഴയും പുഴയും അതുപോലെയുള്ള ഒരുപാട് പ്രകൃതി പ്രതിഭാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ചില മരങ്ങളെയും ചില സ്ഥലങ്ങളെയും ഒക്കെ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആനിലെ 95 അധ്യായം സൂറത്ത് തീൻ ഈ ഗണത്തിൽപ്പെട്ട ഒരു സൂറത്താണ്. അതിൽ അത്തിയും ഒലിവും സിനായ് മരുഭൂമിയും അല്ലെങ്കിൽ സിനായ് പർവ്വതവും നിർഭയമായ മക്ക പട്ടണവുമാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അത്തിയും ഒലിവും മനുഷ്യന് ഭക്ഷണമാണ്, അതുപോലെ ഔഷധവുമാണ്. നമ്മൾ ഈ പ്രദേശങ്ങളിൽ കിട്ടുന്ന അത്തിയേക്കാൾ അത്തിപ്പഴത്തേക്കാൾ വളരെ ഗുണമേന്മയുള്ള അത്തിയും ഒലിവുമാണ് പശ്ചിമേഷ്യയുള്ളത്. പശ്ചിമേഷ്യ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സാധനങ്ങൾ വളരെ സമൃദ്ധമായി വളരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തിപ്പഴത്തിൻ്റെ മേന്മകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരുപാട് നിവേദനങ്ങളുണ്ട്, ശാസ്ത്രീയ പഠനങ്ങളുണ്ട്. പൈൽസിനും അതുപോലെ രക്തവാതത്തിനൊക്കെ അത്തിപ്പഴം നല്ലതാണ് എന്ന് പ്രവാചകരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രേഖകളുണ്ട്. ഒലിവിനെ സംബന്ധിച്ച് അത് കറിയായി ഉപയോഗിക്കും, അത് എണ്ണയായി ഉപയോഗിക്കും, വെളിച്ചം തരുന്നതിനുള്ള ഇഞ്ചാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകാശത്തെ ഉപമിക്കുന്നിടത്ത് ശുദ്ധമായ ഒലിവെണ്ണയിൽ കത്തുന്ന പ്രകാശത്തെക്കുറിച്ച്, വിളക്കിനെ കുറിച്ച് സൂറത്ത് നൂറിൽ അല്ലാഹു തആല പരാമർശിക്കുന്നു. ഹത്തിയെക്കുറിച്ച് ഇവിടെ മാത്രമേ പരാമർശം. തൂർ സീന ഇസ്ലാമിക ചരിത്രവും ലോക ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശമാണ്. അവിടെ മരുഭൂമിയുണ്ട്, പർവ്വതവുമുണ്ട്. പ്രവാചകന്മാരുടെ താവളമാണ്. ഇബ്രാഹിം നബി ആ പ്രദേശത്തുണ്ടായിരുന്നു, ഇസ്ഹാഖ് നബി ഉണ്ടായിരുന്നു, യാഖൂബ്, അയ്യൂബ്, ശുഐബ്, ഹാറൂൻ, മൂസ, അല്ലസ, ദുൽഖഫ്ൽ, ദാവൂദ്, സുലൈമാൻ, ഇല്യാസ്, ഈസ മുതലായ ഒരു 9 നിര പ്രവാചകന്മാർ തന്നെ ആ പ്രദേശവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ഭൂമിയിലെ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ പ്രവർത്തിച്ച ഒരു മഹാകേന്ദ്രമാണ് പശ്ചിമേഷ്യ. ആ പ്രദേശത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്താണിടുമ്പോൾ ഒരുപാട് ആഴത്തിലുള്ള അർത്ഥതലങ്ങൾ അതിലുണ്ട്. പിന്നെ അടുത്തത് ഹാദൽ ബലദുൽ അമീൻ, ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യാവാസ കേന്ദ്രമായ മക്ക. ആദമിന്റെയും ഹവ്വയുടെയും ജീവിതം തളരിട്ട കുന്നിൻ പ്രദേശങ്ങൾ. അതുപോലെ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിലിന്റെയും ഒരുപാട് ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന പ്രദേശം. അവിടെ മനുഷ്യ സമൂഹത്തിന്റെ ഐക്യവും ഏകതയും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആളുകളെല്ലാം ഹജ്ജിന് പോയിരിക്കുന്ന ഒരു സമയമാണിത്. ഏക മാനവതയും സാഹോദര്യവുമാണ് യഥാർത്ഥത്തിൽ ഈ പ്രവാചകന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇബ്രാഹിമിന്റെ കാലം കേൾക്കാതെ ഒരു ഹജ്ജിയും അവിടെ നിന്ന് തിരിച്ചു വരില്ല എന്നുള്ളതാണ്. ഇസ്മായിലിന്റെ, ഇബ്രാഹിമിന്റെ പ്രയാസങ്ങൾ, മകനെ അറുത്തു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന നൽകിയപ്പോൾ ആ മനസ്സിലൂടെ ഓടിപ്പോയ ഒരുപാട് വികാര വിചാരങ്ങൾ, അത് നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കുമ്പോൾ ഹൃദയസ്പർശമായ ഒരുപാട് രംഗങ്ങൾക്ക് നമ്മുടെ മനസ്സ് തീർച്ചയായും സാക്ഷിക്കും. അങ്ങനെയുള്ള ആ സ്ഥലത്തെ അല്ലാഹു തആല ഒരു നിർഭയ പട്ടണമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ചരിത്രാതീത കാലം മുതലേ അത് അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പൊ ഈ വക സംഗതികളൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സംഗതി എന്താ ആണ് എന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് അതിമനോഹരമായ ഘടനയോടുകൂടിയാണ്. അതിമനോഹരമായ ഘടനയിലാണ് മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ മനുഷ്യന്മാരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒന്ന് വിലയിരുത്തി നോക്കി കഴിഞ്ഞാൽ ഈ മനോഹാരിത നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം മനുഷ്യരുടെ പ്രവർത്തനം കൊണ്ട് കടലിലും കരയിലും ഫസാദ് ഉണ്ടാവും, നാട്ടിൽ കൊലപാതകങ്ങൾ ഉണ്ടാവും, അക്രമങ്ങൾ ഉണ്ടാകുന്നു, വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു, ധനം നശിക്കുന്നു, അഭിമാനം നശിക്കുന്നു, സദാചാരം ലംഘിക്കപ്പെടുന്നു. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഈ മനുഷ്യന്മാർ തന്നെയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പക്ഷെ അല്ലാഹു തആല മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുന്നത് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, അതിമനോഹരമായ ഒരു ഘടനയോടുകൂടിയാണ്. ശാരീരിക ഘടന മാത്രമല്ല, മാനസികമായ ഘടനയുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ثم رددناه أسفل سافلين. പിന്നെ നാം അവനെ അധമനിൽ അധപ്പതിച്ചു. ഏറ്റവും മനോഹരമായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെ സത്യത്തിൽ ഫായിലായി പറയാണ്. നാം അധപ്പതിച്ചു, നാം സൃഷ്ടിച്ചു, നാം സൃഷ്ടിച്ചു, റദദിന നാം അവനെ മാറ്റി, അല്ലെങ്കിൽ പിന്നോട്ടടിപ്പിച്ചു, അല്ലെങ്കിൽ താഴ്ച. അസ്ഫല സാഫിലീൻ, അധമനിൽ. അപ്പൊ ഏറ്റവും ഉന്നതനായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അധമനായി അധപ്പതിച്ചു എന്ന് പറയാം. അവിടെ ഒരു എക്സെപ്ഷൻ ഇല്ലല്ലദീന, ഇല്ല ഒഴികെ, അല്ലെങ്കിൽ എക്സെപ്റ്റ് അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, അതായത് വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുന്നവരുള്ള മനുഷ്യന്മാരെയാണ് ഇങ്ങനെ അധമനില്ലായി. അപ്പൊ ഏറ്റവും ഉന്നതമായ ഒരു ഘടനയോടുകൂടി, അതിമനോഹരമായ ഘടനയോടുകൂടി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അധമനിൽ അധമനായി അധപ്പതിച്ചു പോകുന്നതിന്റെ കാരണം വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്തവരൊഴികെയുള്ള മുഴുവൻ മനുഷ്യരെയും നാം അധമന്മാരായി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. കൊലഹും അജറും വയറുമൊന്നും, അതായത് ഈ വിശ്വസിച്ച ആളുകൾക്ക് മുറിഞ്ഞു പോകാത്ത, അവസാനിച്ചു പോകാത്ത പ്രതിഫലം ഇതെല്ലാം വിശദീകരിച്ചതിന് ശേഷവും ഈ പ്രതിഫല ദിനം എന്ന ഒരു യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ എന്ത് ന്യായമാണ് നിനക്കുള്ളത്?
ആ പ്രവാചകനാണെന്നും അല്ല മുഴുവൻ മനുഷ്യരാണെന്നും പണ്ഡിതന്മാർ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവല്ലെന്ന്? ഒരു പ്രത്യേക തരം ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല വിധികർത്താവല്ലയോ? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല വിധികർത്താവല്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? യുക്തിജ്ഞനാണ്, കാരുണ്യവാനാണ്, സർവജ്ഞനാണ്, എല്ലാം കഴിവുള്ളവനാണ്, ആരെയും ഭയക്കേണ്ടതില്ല, അവനെ ഭയന്നാണ് ലോകം മുഴുവൻ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിർഭയനായി നീതി നടപ്പാക്കാൻ കഴിയുന്ന ഒരു ശക്തിവിശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിപൂർവ്വം വിധി കൽപ്പിക്കുകയില്ല എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസ് പ്രകാരം അലൈസല്ലാഹു ബിഹക്കമിൽ ഹാക്കിമീൻ എന്ന ആയത്ത് കേട്ട് കഴിഞ്ഞാൽ സത്യവിശ്വാസികൾ ഐനാ അന ഷാഹിദ് എന്ന് പറയണം. ഐനാ അന ഷാഹിദ്, അതായത് അതെ ഞാൻ അതിന് സത്യം, അതിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല വിധികർത്താവാണ് എന്നതിന് ഞാൻ തന്നെ ഒരു സാക്ഷിയാണെന്ന് പറയും. വളരെ ഹ്രസ്വമായ കുറെ വാചകങ്ങളിലുള്ള അതിബൃഹത്തായ ഒരു അധ്യായമാണിത്. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ആദ്യം ആ വാക്കർത്ഥം അങ്ങ് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആമനു വഅമിലു സ്വാലിഹാത്ത് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം. അതിമനോഹരമായ മനുഷ്യന്റെ ഘടന എന്താണ് എന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ഫിത്രത്തല്ലാഹി അല്ലത്തി ഫത്തറന്നാസ അലൈഹാ, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ആ ഫിത്ര, അതായത് പ്രകൃതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ട്. ആ പ്രകൃതി ഏതാണ്? ആ പ്രകൃതിയിൽ തന്നെ നമ്മൾ നിലകൊള്ളാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ പ്രകൃതി ഏതാണ് എന്ന് വേറെ സ്ഥലത്ത് അല്ലാഹു തആല വിശദീകരിക്കുന്നു. വഇദാ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശഹദുഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹീദിനാ. 2-3 പ്രാവശ്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ്. മനുഷ്യ സൃഷ്ടിപ്പിൽ ആദ്യത്തത് അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, ശുദ്ധമായ ജ്ഞാനം, കലർപ്പില്ലാത്ത ജ്ഞാനം, അതായത് മിഥ്യയല്ലാത്ത സത്യമായ ജ്ഞാനമാണ് മനുഷ്യ മനസ്സിന് ആദ്യം നൽകിയ സംഭാവന. രണ്ടാമത് സത്യവിശ്വാസം. എല്ലാ നഫ്സിനെയും ഷാഹിദാക്കി എന്നുള്ളതാണ്. അതായത് ആദം നബിയുടെ മുതുകിൽ തടകി പുറത്തു വന്നു എന്നൊക്കെ പറഞ്ഞ കഥകൾ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച എല്ലാ ആത്മാക്കളെയും എല്ലാ മനസ്സിനെയും അല്ലാഹു തആല ഹാജരാക്കിയിട്ട് ഞാൻ നിങ്ങളെ രക്ഷിതാവാണ് അല്ലയോ എന്ന് ചോദിക്കും. അതിന് ചില പരീക്ഷണങ്ങൾ നടത്തിയതും കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടായി നേരത്തെ. അതിപ്പോ ഇപ്പോൾ വിഷയം അതല്ലാത്തതുകൊണ്ട് അത് വിശദീകരിക്കണം. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ പ്രകൃതം ഫിത്രത്ത്, അതായത് അവന്റെ ഘടന എന്താ വെച്ചാൽ മനുഷ്യ മനസ്സിന് ജ്ഞാനമുണ്ട്, യുക്തിയുണ്ട്, ബോധമുണ്ട്, സത്യവിശ്വാസമുണ്ട്. അപ്പൊ ഈ സത്യവിശ്വാസം കളഞ്ഞു കുളിക്കാതെ നിലനിർത്തലാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് വേണ്ടിയത്. അധമനിൽ അധമനായി അധപ്പതിച്ചു പോകാതിരിക്കാൻ അവന്റെ ഫിത്രത്തിലുള്ള ഈമാനുൽ ഫിത്ര എന്നാണ് പറയാ, ജന്മപ്രകൃതമായ സത്യവിശ്വാസത്തെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ്. എങ്ങനെ നശിപ്പിക്കാതിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നു. ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, ഋജുമാനസനായി നിന്റെ രക്ഷിതാവിലേക്ക്, ആ ദീനിലേക്ക് നീ മുഖം തിരിച്ചു നിൽക്കണം എപ്പോഴും. ഫിത്രത്തല്ലാഹി അല്ലത്തി ഫത്തറന്നാസ അലൈഹാ, ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ ഒറിജിനൽ പ്രകൃതത്തിലേക്ക്, യഥാർത്ഥ പ്രകൃതത്തിലേക്ക്. ലാ തബ്ദീല ലിഖൽഖില്ല, അല്ലാഹുവിന്റെ പ്രകൃതത്തെ മാറ്റാൻ നിനക്ക് സാധ്യമാവുകയില്ല. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച യഥാർത്ഥ ജീവിത വ്യവസ്ഥ. യഥാർത്ഥ ജീവിത വ്യവസ്ഥ ദീൻ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ ഫിത്രത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുക. മുഖം അങ്ങോട്ട് തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ താല്പര്യം പൂർത്തീകരിക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തുകയും ചെയ്യുക. എടുത്തു പറയുന്നുണ്ട് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ അധികം ആളുകൾക്കും വിവരമില്ല. അധികം ആളുകളും അശ്രദ്ധരാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും പഠിക്കാൻ മെനക്കെടാത്തവരാണ്. അക്സറന്നാസി ലാ യഖിലൂൻ, അധികം ആളുകളും ബുദ്ധി പ്രയോഗിക്കാത്തവരാണ്. അധികം ആളുകൾ, മനുഷ്യരിൽ അധികം പേരും സത്യനിഷേധികളാണ്, വിഡ്ഢികളാണ്, ബുദ്ധി പ്രയോഗിക്കാത്തവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത്. ഇതെല്ലാ സംവിധാനവും ബുദ്ധിയും ശക്തിയും കഴിവും ഒക്കെ സമ്മാനിച്ച് അതിന് മാർഗദർശനവും കൊടുത്തിട്ട് അതൊന്നും പ്രയോഗിക്കാതെ താൽക്കാലിക സുഖമെന്താണ് അതിനുവേണ്ടി പാഞ്ഞു നടക്കുന്നവരാണ്. അത് എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഫിത്രത്തിനെ സംരക്ഷിക്കുക എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. മുനീബീന ഇലൈഹി, അവനിലേക്ക് ഇങ്ങനെ ഖേദിച്ചു മടങ്ങിക്കൊണ്ടേയിരിക്കുക, അള്ളാഹുവിലേക്ക് ഇങ്ങനെ നിരന്തരമായി മടങ്ങിക്കൊണ്ടിരിക്കുക. വത്തഖുല്ലാഹ് വത്തഖൂഹു, അവനെ സൂക്ഷ്മതയോടെ പരിപാലിക്കുക.
അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കുകയും നിരന്തരമായി ശക്തിക്കും ഊർജത്തിനും തന്റെ ഇടത്തിനും കഴിവിനും ഈമാനിക വർധനവുമായി അവനിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുക. അഖീമുസ്സലാത്ത എങ്ങനെയാണ്? നമസ്കാരം നിർവഹിച്ചുകൊണ്ട്, അതായത് പ്രാർത്ഥനാ നിരതമായി കൊണ്ട് അവനിലേക്ക് നിരന്തരമായി മടങ്ങിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നൽകപ്പെട്ട പ്രകൃതം, ശുദ്ധപ്രകൃതം നിങ്ങൾക്ക് നിലനിർത്താനാവും. വളരെ ക്ലിയറാണ്. വളരെ യാതൊരു സംശയത്തിനും അടിസ്ഥാനമില്ലാതെ അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യനെ നാം സൃഷ്ടിച്ചു. വളരെ മനോഹരമായ ഘടനയാണ്, ശുദ്ധമായ ജ്ഞാനമുണ്ട്, പരിശുദ്ധമായ ഈമാൻ കൊടുത്തിട്ടുണ്ട്. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പിശാചിനെ നാം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. താൽക്കാലിക ഭൗതിക സുഖവും ലാഭവുമാണ് പിശാച് പ്രേരിപ്പിക്കുക. അതിന്റെ പിന്നാലെ പോയാൽ പിശാച് നിങ്ങളെ വഴിതെറ്റിച്ചു കളയും. അതായത് വത്തഖിദുഹു അദുവ, നിങ്ങൾക്ക് ശത്രുവാണ്. അതുകൊണ്ട് അവന്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ നിൽക്കാൻ നിങ്ങൾ അള്ളാഹുവിലേക്ക് പ്രാർത്ഥനാ നിരതമായി നിരന്തരമായി നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സത്യവിശ്വാസ സ്വഭാവം നിലനിൽക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എപ്പോഴും നോക്കി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. അവരല്ലാത്തവരൊക്കെ വഴിതെറ്റി അധമനിൽ അധമനായി അധപ്പതിച്ചു പോകും. എന്നിട്ടൊരു വാണിംഗ് കൂടെ തരയാണ്, വലാ തകൂനു മിനൽ മുശ്രികീൻ, നിങ്ങൾ ബഹുദൈവ സങ്കല്പ പൂജകരെ പോലെ ആവരുത്. ഇതിന് വളരെ അർത്ഥതലമുണ്ട് എന്നുള്ളതാണ്. അതായത് മിനല്ലദീന ഫറഖൂ ദീനഹും ശിയം കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. അതായത് അല്ലാഹു പഠിപ്പിച്ച ഈ ദീനിൽ ഛിദ്രതയുണ്ടാക്കി, കക്ഷികളുണ്ടാക്കി പരസ്പരം പോരടിക്കുന്ന ആളുകൾ മുശ്രിക്കുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു. സുബ്ഹാനക യാ കരീം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ദീനിന്റെ കാര്യത്തിൽ പോരടിച്ച് കുഴപ്പമുണ്ടാക്കി ഹിസ്ബായി, പാർട്ടികളായി, വിഭാഗങ്ങളായി പോയാൽ അവർ മുശ്രിക്കുകളായി പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. വളരെ ഗൗരവപൂർവ്വം പഠിക്കേണ്ട ഒരു സംഗതിയാണ്. സൂറത്തുൻ നൂറിലെ 30, 31, 32 ആയത്തുകൾ എടുത്ത് പഠിച്ചു നോക്കിയാൽ, സൂറത്ത് റൂമിലെ 30-ാമത്തെ സൂറത്തിലെ 30, 31, 32 ആയത്തുകൾ എടുത്ത് പഠിച്ചു നോക്കിയാൽ ഇതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരുപാട് സ്ഥലത്ത് പറയുന്നത് എങ്ങനെയാണ് ഈ സ്വച്ഛമായ പ്രകൃതം നിലനിർത്തുക. വമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ്, അതായത് അതിര് കവിച്ചിലിനെ നിഷേധിക്കുകയും താഗൂത്തിനെ, ദുർമൂർത്തികളായാലും മറ്റ് ബഹുദൈവ പൂജയായാലും അല്ലാത്ത ഏതെങ്കിലും തരത്തിലുള്ള അതിര് കവിച്ചിലിനെ നിങ്ങൾ നിഷേധിച്ചു കളയുകയും വയുമിൻ ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലാ ഇൻഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. അല്ലാഹുവിൽ വിശ്വസിക്കുന്നവൻ വളരെ ബലമായ ഒരു പാശത്തെയാണ് മുറുകെ പിടിക്കുക. ബലിഷ്ഠ പാശത്തെ മുറുകെ പിടിക്കുക, വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക. ലാ ഇൻഫിസാമ ലഹാ, അതൊരിക്കലും പൊട്ടിപ്പോകുന്നതല്ല അള്ളാഹുവിന്റെ ബലിഷ്ഠ പാശം എന്ന് അല്ലാഹു തആല പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ് എന്നാണ്. അതായത് അള്ളാഹുവിനെ മുറുകെ പിടിച്ചാൽ അല്ലാഹു വലിയുല്ലദീന ആമനൂ യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ. അള്ളാഹുവാണ് സത്യവിശ്വാസികളുടെ കൈകാര്യകർത്താവ്. എല്ലാത്തരം അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിക്കുന്നത് അള്ളാഹുവാണ്. വല്ലദീന കഫറു ഔലിയാഹും അത്താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാതി. അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ അവരുടെ ദൈവങ്ങൾ അല്ലെങ്കിൽ കൈകാര്യകർത്താക്കൾ തുകയാനാണ്, താഗൂത്താണ് എന്ന് പറഞ്ഞാൽ അതിര് കവിച്ചിലാണ്. അത് വിഗ്രഹങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനങ്ങളാവാം, അതായത് അഹങ്കാരമാവാം, പൊങ്ങച്ചമാവാം, തടിയെക്കുറിച്ചുള്ള ചിന്തയാവാം, സ്ഥാനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാവാം. അതായത് താൻ പോലും പോലും ആവുമെന്നാണ്. അല്ലാതെ എന്നെ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ സഹായിച്ചുകൊള്ളും എന്ന് വിചാരിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് താഗൂത്തിൽപ്പെടും. തുകയാൻ, തകൽമാ, വെള്ളം കവിഞ്ഞൊഴുകുന്നതിനാണ് തുകയാൻ എന്ന് പറയാം. തകൽമാ, അതായത് വെള്ളം ഇങ്ങനെ കവിഞ്ഞൊഴുകുക. അപ്പോൾ ഒരു പാത്രത്തിലോ ഒരു തോണിയിലോ അല്ലെങ്കിൽ ഒരു നദിയിലോ ഒക്കെ ഒരു വെള്ളത്തിനൊരു നിശ്ചിത അളവുണ്ടാവും. അതാണ് അതിന്റെ നോർമൽ. അപ്പുറം പോയി കഴിഞ്ഞാൽ, കര കവിഞ്ഞൊഴിയാൽ അപകടം ഉണ്ടാവും. കുപ്പിയിലെ വെള്ളം കര കവിഞ്ഞാൽ അതിന്റെ അതിർത്തി വിട്ടാൽ പുറത്തിറങ്ങിയിട്ട് അത് ചുറ്റുപാടൊക്കെ നനച്ചാളും. അതുപോലെ ഹൗദിലെ വെള്ളം പോയാൽ, ടാങ്കിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ അതെല്ലാം പുറത്തു പോയിച്ച് വേസ്റ്റ് ആവും, അല്ലെങ്കിൽ നനയ്ക്കും, എന്തൊക്കെ ചെയ്യും. അപ്പൊ അതാണ് തുകയാൻ എന്ന് പറയുന്നത്. അള്ളാഹു എന്ന യാഥാർത്ഥ്യത്തിന്റെ ചട്ടക്കൂട്ടിനകത്ത് നിൽക്കാതെ ഹവൻ നഫ്സ്, മനുഷ്യന്റെ പ്രത്യേകമായ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അപകടകരമാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഒരുപാട്. ഇനി യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വയുളില്ലുല്ലാഹു അൽ-ളാലിമീൻ.
അധപ്പതിപ്പിക്കുന്ന അള്ളയാണ് അധപ്പതിപ്പിക്കുന്ന പറഞ്ഞതുപോലെ അള്ളയാണ് ഹിദായത്തിലാക്കുന്നത്, അള്ളയാണ് വലാലിയത്തിലാക്കുന്നത് എന്ന് അള്ള എടുത്തു പറഞ്ഞു. ആരെ അവൻ ഉറപ്പിച്ചു? യുസബ്ബിത്തുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിക്കുന്ന ആളുകളെ, സത്യവിശ്വാസികളെ ആ വാക്കിൽ ഉറപ്പ് ദുനിയാവിലും ആഖിറത്തിലും ഉറപ്പിച്ച് നിർത്തുന്നത് അല്ലാഹു തആലയാണ്. അതില്ലെങ്കിൽ അല്ലാഹു തആല അവന് അക്രമികളെ വഴിതെറ്റിച്ച് കളയും. അവൻ ഉദ്ദേശിക്കുന്നതാണ് അവൻ ചെയ്യുക എന്നുള്ളത്. നീ പറയണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവരെ വഴിയെറ്റിക്കും, അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരെ അവൻ അവനിലേക്ക് വഴി കാണിക്കും. അവിടെ ക്ലിയർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയാണ് വഴിതെറ്റിക്കുക? അള്ളാഹുവിലേക്ക് മടങ്ങാത്തവരെ. വഹദി ഇലൈഹി മൻ അനാബ്. അപ്പൊ സ്വച്ഛമായ ഈമാനിക പ്രകൃതം നിലനിർത്തിക്കൊണ്ട് സത്യവിശ്വാസത്തിന്റെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ അള്ളാഹുൽ ദൃഢമായി ഉറച്ചു നിൽക്കണം. അങ്ങനെയുള്ള ആളുകൾ സത്യവിശ്വാസികളാണ്. അവർ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും وإذا تليت عليهم آياتهم زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك هم المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. വീണ്ടും ഒരുപാട് വിശദീകരിക്കുക. ഈ സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരോട് അള്ളാഹുവിന്റെ പേര് പറയപ്പെട്ടാൽ തന്നെ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹൃദയം പേടിച്ച് നിരങ്ങും, ഹൃദയം പേടിച്ച് നടുങ്ങിപ്പോവും. വജിലത്ത് ഖുലൂബ്, ഹൃദയം തരളിതമായി ബേജാറാവും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലൊക്കെ അങ്ങനെ ഉണ്ട്. ഉമർ എന്തെങ്കിലും പറയുമ്പോൾ ഉമറെ അള്ളാഹ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു ഞെട്ടലോടി അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞു മാറും. അപ്പൊ ഈ സ്വഭാവം അള്ളാഹുവിന്റെ റസൂലിന്റെ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് ഈ ഭൂമിയിൽ നടപ്പാക്കിയതാണ്. ഒരുപാട് സഹാബാക്കരങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ കാര്യം പറയുമ്പോൾ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് പേടിച്ച് വിറച്ച് ബേജാറായി നിൽക്കുന്ന സത്യവിശ്വാസികളാണ്. അവരാണെങ്കിലോ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചാൽ, ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൽപ്പിച്ചാൽ അവർക്കുള്ള ഈമാനോടൊപ്പം തന്നെ ഈമാൻ കൂടിക്കൊണ്ടേയിരിക്കും. വസാദതുഹും ഈമാന വസാദഹും വസാദതുഹും ഈമാന ഈമാനം ഈമാനിഹിം എന്ന് വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ യാതൊരു അലംഭാവം കാണിക്കുന്നില്ല. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ നിന്ന് ചെലവഴിക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ. അവർ മാത്രമാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. അവർക്കാണ് അല്ലാഹുവിന്റെ അടുക്കൽ ദറജയുള്ളത്, മഗ്ഫിറത്തും കരീമുള്ളത്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി തുമ്മ ലം യർതാബു വജാഹദു ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം ഉലൈക ഹുമുസ് സാദിഖൂൻ. ഇനി വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു ഒരുപാട് സ്ഥലത്ത് പറയുന്നു. 2-3 സ്ഥലം മാത്രമാണ് ഹ്രസ്വമായ സമയമുള്ളത് കൊണ്ട് ഖുതുബയിൽ അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലും അവന്റെ റസൂലിലും വിശ്വസിക്കുകയും മനസ്സാക വാച കർമ്മണ പിന്നെ അല്പം പോലും സംശയിക്കാതിരിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം കൊണ്ടും അതുപോലെ തന്നെ തടി കൊണ്ടുമൊക്കെ ജിഹാദ് ചെയ്യുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്ന സത്യവാദികളായ വിശ്വാസികൾ. ഇനി അടുത്തത് പറയാം, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫസ്ലിഹു ബൈന അഖ്വൈകും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ്. അവർ തമ്മിലുള്ള സാഹോദര്യം ഊട്ടി ഉറപ്പിക്കണം എന്നതാണ്. സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ്. അവർ തമ്മിലുള്ള സാഹോദര്യം എപ്പോഴും ഊട്ടി ഉറപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് സത്യവിശ്വാസികളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അങ്ങനെ ചെയ്താൽ ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ ഇടയ്ക്ക് സാഹോദര്യം ഊട്ടി ഉറപ്പിക്കുന്ന നയപരിപാടികളും പണികളും ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ സത്യവിശ്വാസത്തിന്റെ സാഹോദര്യം ഊട്ടി ഉറപ്പിക്കുന്ന ഉത്തമരായ മുഅ്മിനുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവരെയുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله حمدا كثيرا طيبا مباركا ينبغي لجلال وجهه وعظيم سلطانه. سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحباء ഓസിക്കും വഇയ്യായ താനിയ ബിത്തഖ്വ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. എല്ലാ ആഴ്ചയും പള്ളിയിൽ വരുന്നുണ്ട്, തഖ്വ കൊണ്ടുള്ള വസിയത്ത് കേൾക്കുന്നുണ്ട്.
നമസ്കരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. ഇവിടെ പറയുന്ന പല സംഗതികളും അത് നമ്മുടെ ജീവിതവുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടു എന്ന് ഓരോരുത്തരും തുലനം ചെയ്ത് പഠിക്കുകയും പോരായ്മകൾ നിവർത്തുകയും ചെയ്തില്ലെങ്കിൽ ഈ ഖുതുബ കേൾക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കഴിഞ്ഞ 3-4 ഖുതുബകളിലായി സൂറത്തുൽ ഹുജറാത്തിൽ വിശദീകരിച്ച സത്യവിശ്വാസികളുടെ പരസ്പര യോജിപ്പും സാഹോദര്യത്തെക്കുറിച്ച് നിരന്തരമായി പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്ന ആ സംഗതികളും സത്യവിശ്വാസി സമൂഹങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്പോൾ നിലനിൽക്കുന്ന ആളുകളുടെ സ്വഭാവമെന്ന് താരതമ്യം ചെയ്ത് നോക്കിയാൽ വളരെ വേദനാജനകമാണ് അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാഹോദര്യത്തിന്റെ കടക്കി കത്തിവെക്കുന്ന നിലയിൽ സത്യവിശ്വാസി ഗ്രൂപ്പുകളിൽ പരസ്പരം പാർട്ടികളും വിഭാഗങ്ങളുമായി തിരിഞ്ഞ് അങ്ങനെ പരസ്പരം ഏറ്റവും മോശമായ നിലയിൽ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, കുബൂരികളാണ്, ദുസൂരികളാണ് എന്നൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ സംസ്കാരശൂന്യമായ ഭാഷ പ്രയോഗിച്ചുകൊണ്ട് ക്ലിപ്പിംഗ് ഓരോരുത്തർക്കും ഉണ്ട് ഒരു ക്ലിപ്പിംഗ്. ഇത് വെച്ചിട്ട് ഇസ്ലാം വളരെ മ്ലേച്ഛമാണ്, മോശമാണ് എന്ന് അമുസ്ലിങ്ങൾക്ക് ധാരണ ഉണ്ടാകുന്ന തരത്തിൽ തെരുവിലാണ് ഇപ്പോൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണക്കാരല്ല എന്നുള്ളതാണ്, പണ്ഡിതന്മാരാണ്. അവർക്കിതൊന്നും അറിയാത്തതല്ല. പണ്ഡിതന്മാരെ എന്ന് മറ്റുള്ളവർ ധരിക്കുന്ന ആളുകൾ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ വലിയ മൈക്കും പ്രൊജക്ടറും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പരസ്പരം ഏറ്റവും ചീത്തയായ വാക്കുകൾ, മോശമായ വാക്കുകൾ, ഒരാളെ കുറിച്ച് അള്ളാഹുവിന് അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നത് അള്ളാഹു വെറുത്ത സംഗതി, പരദൂഷണമായി, പരനെ ദുഷിക്കുക എന്നാണ്. അത് മരിച്ചു കിടക്കുന്ന സ്വന്തം സഹോദരന്റെ മാംസം തിന്നുന്നത് പോലെ മ്ലേച്ഛമാണ് എന്ന് കഴിഞ്ഞ 2-3 ഖുതുബയ്ക്ക് പറയണ്ടായി. ഒരാളെ അയാൾക്ക് ഇഷ്ടമില്ലാത്ത പേര് വിളിക്കുക പരസ്യമായിട്ട്. അതൊന്നും അവിടെ വിളിച്ച പേരുകളൊക്കെ ഇപ്പൊ ഇന്റർനെറ്റിന് യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പണ്ഡിതന്മാർ വിളിച്ചു പോകുന്ന ഇത്തരം പേരുകൾ ഒരുപാട് നമുക്ക് കേൾക്കാൻ കഴിയും. അതൊന്നും ഖുതുബയിലെടുത്ത് പറയാൻ പറ്റൂല എന്ന് പറയാം. പവിത്രമായ ഇത്തരം സ്ഥാനങ്ങൾക്ക് പോലും കളങ്കമുണ്ടാക്കുന്ന തരത്തിലാണ് പദപ്രയോഗങ്ങൾ. ആരാണ്? നല്ല നല്ല പണ്ഡിതന്മാർ എന്ന് പേരെടുത്ത ആളുകളാണ്. സമൂഹത്തിലെ സാധാരണക്കാരായ ഈ എല്ലാ ആളുകളും മോശക്കാരെന്ന് ഞാൻ പറയില്ല, എല്ലാ സംഘടനക്കാരും മോശക്കാരെന്ന് പറയില്ല. പക്ഷെ ഗൗരവമുള്ളൊരു വിഷയം, ഈ സംഘടനയിലെ ചില ആളുകൾ, ഓരോ സംഘടനയിലും ചില ആളുകൾ അവരുടെ താല്പര്യങ്ങൾ, അവരുടെ വൈരാഗ്യം തീർക്കാൻ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ തെറ്റായി ധരിച്ചു വെച്ചത് ഇങ്ങനെ ചർവണം ചെയ്ത് കുഴപ്പമുണ്ടാക്കാൻ അങ്ങാടികളിൽ, ഇപ്പൊ അത് മാറിയിട്ട് പ്രൊജക്ടറുകളിലായി, ഇപ്പൊ അത് യൂട്യൂബിലും ഇന്റർനെറ്റിലും ഒക്കെ ആയിട്ട് ലോകം മുഴുവൻ വന്നുകൊണ്ടിരിക്കും. കേരളക്കരയിലുള്ള ഈ പണ്ഡിതന്മാർ ചെയ്യുന്ന ഇത്തരം മോശം പ്രവർത്തികൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൈവിടില്ല, മറ്റൊരു മുസ്ലിമിന് ഇഷ്ടപ്പെടാത്തതും ചെയ്യൂല, മറ്റൊരു മുസ്ലിമിന്റെ പരദൂഷണം പറയൂല, മറ്റൊരു മുസ്ലിമിനെ മോശം, ഇതൊന്നും തെറ്റല്ലല്ലോ. അല്ല കള്ളം പറയൂലല്ലോ. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ അറബി അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്, അടുത്ത് വായിച്ചു നോക്കി അറിയാമല്ലോ. പക്ഷെ ഇതെല്ലാം വ്യക്തമായും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായും പറഞ്ഞൊരു കാര്യം ലംഘിച്ചുകൊണ്ട് എന്ത് ദീനുൽ ഇസ്ലാമിന്റെ പ്രവർത്തനമാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതായത് വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ യകൂന ലഹുൽ ഖൈറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹു വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തു. ഏത് കാര്യത്തിലും നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക, വഴക്കടിക്കരുത്, കുഴപ്പമുണ്ടാക്കരുത്, നിങ്ങൾ ഗീബത്ത് പറയരുത്, ഭത്സിക്കരുത്, ഒറ്റ കൊടുക്കരുത്, അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം അയ്ബുകൾ വിളിച്ചു പറയരുത്. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ ഒരു മുഅ്മിനും ഒരു മുഅ്മിനത്തിനും, ഒരു മുസ്ലിമായ ഒരു മുഅ്മിനായ ആണിനോ പെണ്ണിനോ പിന്നെ ഒരു സ്വതന്ത്ര അഭിപ്രായം അതിൽ പറ്റൂല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ മുബീന, വളരെ വ്യക്തമായും വഴികേടിലായി പോയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ വഴികേടാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിയും ബോധവും ഇല്ലാതെ യഥാർത്ഥത്തിൽ സമുദായത്തെ എങ്ങോട്ടാണ് ഇത്തരം ആളുകളെ നയിക്കുന്നത് എന്ന് വളരെ ഗൗരവപൂർവ്വം സാധാരണ മനുഷ്യന്മാർ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഇന്നും നിലയും തുടങ്ങിയതല്ല, പണ്ടും ഉണ്ടായിട്ടുണ്ട്. സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ സത്യവിശ്വാസികളുടെ കൂട്ടത്തിലുള്ള ആളുകൾ പരസ്പരം പോരടിച്ചാൽ നിങ്ങൾ അവരുടെ ഇടയിൽ സുൽഹുണ്ടാക്കണം
ഈ പോരടിക്കുന്ന കൂട്ടത്തിൽ ആ പോരടിക്കുന്ന ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ ഇത് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. നേരിട്ട് തന്നെ കേട്ടിട്ടുണ്ട്. നമ്മുടെ സംഘടനയിൽപ്പെട്ടതാണ് അയാൾ, പക്ഷെ അയാൾ സംസാരിക്കുന്നതൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല, കാരണം അത് മോശമാണ് എന്ന് പറയുന്നവര്. മനുഷ്യന്മാർക്ക് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത, ഏതെങ്കിലും ഒരു സംഘടനയുമായി ബന്ധപ്പെടാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാമൂഹ്യ സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ സാമൂഹ്യ സമ്മർദ്ദം കൊണ്ട് സാധാരണക്കാർ ഏതെങ്കിലും ഒരു സംഘടനയിലോട് മാനസികമായോ അല്ലാതെയോ അഫിലിയേഷൻ ഉണ്ടാവും. അപ്പൊ അവർ സംഘടനയുടെ ആളാവും. സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ഇത്തരം വളരെ മോശമായ നിലയിൽ തെരുവില്, പുസ്തകങ്ങളില്, വീക്കിലികളില്, ടിവിയില് ഒക്കെ വന്നിട്ട് ഇസ്ലാമിന്റെ താറടിച്ച് കഴിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മോശമായ ഒരു ഇങ്ങനെ വന്നാൽ സത്യവിശ്വാസികൾ എന്ത് ചെയ്യണമെന്ന് അല്ലാഹു തആല പറഞ്ഞു. അതാണ് ഞാൻ ഖുതുബ കേട്ടിട്ട് അങ്ങ് പോയാൽ പോരാ. സത്യവിശ്വാസികളായ നമ്മൾക്കും ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ഇടയിൽ സുൽഹുണ്ടാക്കണം. ഭയം ഭാഗത്ത് ഹിതാഹമ്മ സുൽഹുണ്ടാക്കിയിട്ട് ഒരുത്തന്റെ മേൽ ആക്രമിക്കാമെന്നാൽ, ഒരു വിഭാഗം മറ്റൊരു പേരിൽ ആക്രമിക്കാമെന്നാൽ ആ അക്രമകാരികളോട് മറ്റവരുടെ കൂടെ നിന്ന് പൊരുതണം എന്ന് പറയുന്നു. ഭയം ഭാഗത്ത് ഹിതാഹമ്മ അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങി വരുന്നതുവരെ അതിനെതിരെ നിൽക്കുന്ന ആളുകളോട് എപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കണം. അവർ അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് വരാൻ തയ്യാറായാൽ നിങ്ങൾ അവരുടെ ഇടയിൽ സുൽഹുണ്ടാക്കണം. ബിൽ അദ്ൽ, നീതിയോടെ. വഖ്സിതു, നിങ്ങൾ നീതി പാലിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും കക്ഷിക്കാരാണ്. ഇതാരാണ് ഇതുണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാവരും ഏതെങ്കിലും തരത്തിൽ കക്ഷികളാണ്. ആരും ആരെയും കുറ്റം പറയേണ്ടതില്ലാത്ത വിധം എല്ലാവരും കക്ഷികളായി തിരിഞ്ഞിരിക്കുന്നു. അപ്പൊ സുൽഹുണ്ടാക്കാൻ അള്ളാഹ് പറഞ്ഞത് ആർക്കാ ബാധകം? അപ്പൊ സാധാരണ മനുഷ്യന്മാർക്ക് തന്നെ. കക്ഷിത്വം മനസ്സിൽ ആഗ്രഹിക്കാത്ത ആളുകൾക്ക് സുൽഹുണ്ടാക്കാൻ. കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഈ കർമ്മശാസ്ത്രത്തിന്റെ ആ തർക്കങ്ങളും തർവിത ചർവണങ്ങളും ഇല്ലാതെ, വിഭാഗീയതകളില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് MSS. അറിയുന്നതാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അവർക്ക് വിളിക്കാനാവും, ആളുകളെ വിളിക്കാനാവും. ആളുകളോട് പറയാ, ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ടല്ലോ, അവരോട് പറയാ, വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. ഒരുപാട് നല്ല ആളുകളുണ്ട്, അവരെ വിളിച്ചിട്ട് പറയാ. ഇങ്ങനെയൊക്കെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. നമ്മൾ സഹകരിക്കുന്ന സത്യവിശ്വാസികൾ നമ്മളൊന്ന് ഒന്നിച്ചിരിക്കാം, എന്നിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞിരിക്കാം. എല്ലാ സംഘടനക്കാരെയും വിളിച്ചിരുത്തി ഒരു നേതാവിന്റെ കീഴിൽ കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല. അങ്ങനെ ആരും വിചാരിക്കാൻ വേണ്ട. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹത്തിനെ കൊന്ന അന്ന് തൊട്ട് തുടങ്ങിയിട്ട് ഈ ഭൂലോകത്തിൽ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ഇസ്ലാമിക സമൂഹം വന്നിട്ടില്ല, ഇനിയുമില്ല. ഈസാ നബിയാറ്റം വരേണ്ടി വരും. എന്തായാലും നമ്മുടെ ഇടയിൽ ഈസാ നബിയൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കണ്ട. പക്ഷെ എങ്കിലും ഈ മോശമായ നിലയിൽ, വളരെ ചീത്തയായ നിലയിൽ അങ്ങാടിയിലും തെരുവിലും റേഡിയോയിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയയിലും ടിവിയിലും ഒക്കെ വരുന്നത് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ വിഭാഗീയതയിൽ കൂട്ടിച്ചേരാൻ നിൽക്കുന്ന MSSനെ പോലെയുള്ള ഒരുപാട് നല്ല മനുഷ്യന്മാരുള്ള സംഘത്തിന് സാധിക്കുമെന്നുള്ളതിൽ വളരെ ഗൗരവപൂർവ്വം കണക്കിലെടുക്കുകയും അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്യേണ്ടതാണെന്നുള്ളതാണ്. എനിക്ക് ഉള്ള ഉത്തരവാദിത്വം വളരെ വ്യക്തമായി ഉറച്ച സ്വരത്തിൽ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞേൽപ്പിക്കുകയാണ്. ഈ സമൂഹം, സത്യവിശ്വാസത്തിന്റെ പേരിൽ നടക്കുന്ന സമൂഹം പരസ്പരം അടിച്ച് തലകീറുമ്പോ കണ്ടുനിന്ന് കാഴ്ചക്കാരായി നിൽക്കേണ്ടവരല്ല സത്യവിശ്വാസികൾ. ഇത് ആസ്വദിക്കാൻ പലരും പുറത്തുണ്ടാവുന്നതാണ്. അവിടെ ദുന്യാവും ആഖിറത്തും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് ഗൗരവമുള്ള ഒരു സംഗതിയാണ്. അപ്പൊ അതിന് വളരെ ഗൗരവപൂർവ്വം മുൻകൈ എടുത്ത് എല്ലാവരെയും കൂട്ടിയിലും കിട്ടാവുന്നവരൊക്കെ കൂട്ടാം. പ്രത്യക്ഷത്തിൽ തങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾ ആദ്യം വിളിക്കുക. 2 പേര് വന്നു കഴിയുമ്പോൾ 3 പേര് 4 പേരും MSS വിളിച്ചാൽ ആൾ വരുമെന്നുള്ളതിനൊരു തെളിവുണ്ട്. റമദാനിൽ ഇവിടെ ബാങ്ക് ഏകീകരിക്കുന്നതിനുമായി സംബന്ധിച്ച് കുറച്ച് ആളുകൾ വിളിച്ചപ്പോൾ കുറേ അധികം ആളുകൾ വന്നിരുന്നു. ഫോളോ അപ്പ് നടന്നില്ല എന്നുള്ളത് വേറെ സംഗതി, പക്ഷെ ഒരുപാട് ആളുകൾ വന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു സാഹചര്യം, എവിടെയും ധർമ്മം പൂർണ്ണമായും നശിച്ചു പോവുകയില്ല. അല്ലാഹു തആല ചില ലൂപ്പുകൾ ഇട്ടിട്ടുണ്ടാകുമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഈ സമുദായത്തിന്റെ ഐക്യത്തിന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ സാഹോദര്യം നിലനിർത്തുന്നതിന് നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റും ജീവിക്കുന്ന നമ്മളേതല്ലാത്ത ആളുകൾക്ക് ക്രമസമാധാനം നിലനിർത്താൻ, നന്മ ഉണ്ടാക്കാൻ ഇത് അനിവാര്യമാണ്. സത്യവിശ്വാസികളുടെ ഇടയിൽ യോജിപ്പും ഐക്യവും ഉണ്ടാക്കാൻ അനിവാര്യമാണ്. അതിന് മുൻകൈയെടുക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫർളായ സംഗതിയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമാവുകയില്ല.
വളരെ സ്നേഹമസ്ത്രമായി നല്ല നിലയ്ക്ക് വിളിച്ചാൽ വരികയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടെന്നുള്ളത്. എന്തോ ചില വികാരത്തിന്റെ പേരിൽ അതിനൊന്നും കയറി ചൂടാക്കി ഒരു വിഭാഗത്തെ കൂടി മറുഭാഗത്തെ വിമർശിച്ച് എരിവ് കയറ്റി കൊടുക്കുകയല്ല സത്യവിശ്വാസികളുടെ ഉത്തരവാദിത്വമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സാഹോദര്യത്തോടുകൂടി ഖുർആനിലേക്ക് മടങ്ങാൻ പറഞ്ഞിട്ട് ആ ഖുർആൻ വെച്ചുകൊണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാം. ആദ്യം ഈ പുറത്തുള്ള ഈ കുഴപ്പങ്ങൾ ചെറുവണങ്ങൾ അങ്ങ് നിർത്തി ക്രമസമാധാന നില ഭദ്രമാക്കുക. ആ നിലയ്ക്ക് അവിടെ ആക്കിയതിനു ശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇസ്ലാമിക ലോകത്ത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. ഒരുപാട് കാലത്ത് കേരള സമൂഹത്തിൽ, മുമ്പ് കാലങ്ങളിലെ കേരള സമൂഹത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ തലയെടുപ്പുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും ഇറങ്ങിയിട്ട് ഇങ്ങനെ സമൂഹത്തിലെ നേതൃത്വത്തെയും പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചുകൂട്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തതിന്റെ ചരിത്രം കേരളത്തിൽ തന്നെ ധാരാളമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ തന്റെ ഇടം കാണിക്കുക. അതിന് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയും ബഖീയ അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കിത്തരണേ തമ്പുരാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും മിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾ നീ പുറത്തു മാപ്പാക്കിത്തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്നും മരിച്ച് നിന്നിലേക്ക് എത്തിയിട്ടുള്ള ആളുകളുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖുർആൻ യഥാവിധി പഠിച്ച് മനസ്സിലാക്കാനും മറ്റുള്ളവർ എത്തിച്ചു കൊടുക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, സത്യവിശ്വാസികൾക്കിടയിലെ രഞ്ജിപ്പും യോജിപ്പും ഐക്യവും സാഹോദര്യവും ഊട്ടിയാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് നീ കഴിവും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, സത്യവിശ്വാസികളെ സത്യത്തിന്റെ മാർഗത്തിൽ കൂട്ടിയുറപ്പിക്കാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, സത്യവിശ്വാസികളെ കൂട്ടിയൊരുമിച്ച് സാഹോദര്യത്തിന്റെ ആനന്ദം നുകർന്നുകൊണ്ട് സമാധാനപരമായി ജീവിക്കാനുള്ള പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും ഇസ്തിഖാമത്തും തൗബയും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ശാന്തമായി ജീവിച്ച് ശാന്തമായി മരിച്ച് ശാന്തമായി ഞങ്ങളുടെ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ബുദ്ധിയും ശക്തിയും കഴിവും തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യം നീ സംരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നല്ല ആരോഗ്യം നൽകണേ തമ്പുരാനെ. സമ്പത്തിലും സന്താനങ്ങളിലും വിദ്യാഭ്യാസത്തിന് അഭിവൃദ്ധി നൽകണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വെട്ടിത്തരണേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം പരിഹരിച്ചരണേ തമ്പുരാനെ. ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഊർജ്ജസ്വലതയോടെ അന്തിമ നിമിഷം വരെ ഇബാദത്തെടുത്ത് കഴിഞ്ഞുകൊള്ളാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രകാശപൂരിതമായ ഒരു ഖബറിടം തരണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹു, ഖബറിടം പ്രവേശിക്കാനാക്കണേ നാഥ. മഹ്ശറിൽ ഞങ്ങളെ നീ നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള അങ്ങനെ അനുഗ്രഹം നൽകണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, നരകശിക്ഷയിൽ ഞങ്ങൾക്കാക്കണേ തമ്പുരാനെ. സ്വർഗ്ഗം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളെ ഇബാദത്തുകൾ ചൈതന്യവത്തമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. പ്രാർത്ഥനാനിരതമായൊരു മനസ്സ് തരണേ തമ്പുരാനെ. വിനയാനിതമായൊരു മനസ്സ് നൽകണേ തമ്പുരാനെ. അഹങ്കാരവും പൊങ്ങച്ചവും ആർഭാടവും ഒക്കെ ഞങ്ങൾ ഒഴിവാക്കി തരണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, എപ്പോഴും പ്രാർത്ഥനാനിരതമായ ജീവിതം, പ്രാർത്ഥനാനിരതമായ മരണവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا تقبل منا دعاءنا وتب علينا إنك أنت التواب الرحيم. وآخر دعوانا الحمد لله رب العالمين.